നമസ്കാരം ഗൈസ്. കേരളത്തിൻ്റെ കാര്യം ഓർത്ത് ശരിക്കും പറഞ്ഞാൽ ചിരി വരുവാണ്. കാരണം 2019 കോവിഡ് തൊട്ട് ഇങ്ങോട്ട് നല്ല കോളാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി കഴിഞ്ഞ 10 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ തപ്പി കേരളത്തിലെ ജനങ്ങൾ എണ്ണ വരച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ നാലോചിച്ചോ, കോവിഡ് വന്നു, വെള്ളപ്പൊക്കം വന്നു, പലവിധ പ്രതിസന്ധികൾ വന്നു. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തരണം ചെയ്തു. ഇതിപ്പോൾ വോട്ട് കുത്തി ഒരു പാർട്ടിയെ നമ്മൾ അധികാരത്തിലാക്കിയിട്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് നാഥനെല്ലാം കളരിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെയൊക്കെ എന്നാ മറുപടി വേണ്ടത്? ഇതൊന്നും രാഷ്ട്രീയമല്ല, ഇതൊക്കെ ചുമ്മാ ഒരു വക തോന്നിവാസമാണ്. ഓരോ പാർട്ടിയുടെ ലേബലിൽ നിന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണത്. ജനങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഈ പറയുന്ന ആളുകളെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലമായി വി ഡി സതീശൻ ചിഹ്നച്ചെതിരെ കിടന്ന UDF മുഴുവൻ ഒരുമിച്ച് നിർത്തി 140 മണ്ഡലങ്ങളും പോയി നന്നായി വർക്ക് ചെയ്ത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല എവിടെയായിരുന്നു? യാതൊരു പിടുത്തം. കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ പറയുന്ന വേണുഗോപാൽ, KC വേണുഗോപാൽ എവിടെയായിരുന്നു? പുള്ളിയുടെ സ്ഥാനം എന്താ? നാഷണൽ കോൺഗ്രസ്സിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പുള്ളി എന്തിനിപ്പോൾ കേരളത്തിൽ വന്ന് ഈ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ള യാതൊരു പിടുത്തമില്ല. പിന്നെ മറ്റൊന്നുമല്ല, ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള വില പോയി. ഒരു പാർട്ടി നിന്നുകൊണ്ട് ഈ തല്ലുകൊള്ളാനും സമരം നടത്താനും തന്നെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വീട്ടുകാരെയും വെറുപ്പിച്ച്, നാട്ടുകാരെയും വെറുപ്പിച്ച് പാർട്ടിക്ക് അടിമയായി നടക്കുന്ന, അത് LDFിലുണ്ട്, UDFിലുണ്ട്, BJPയിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അവസ്ഥയെങ്കിൽ ഇവർ അണികളുടെ അവസ്ഥയെങ്കിലൊന്നും മനസ്സിലാക്കണ്ടേ? ഇന്ന് പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ നോക്കിയിരിക്കുന്നത്. എന്ത് നോക്കിയിരിക്കുന്നത്? എന്ത് പ്രഖ്യാപനം? ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഈ വരുന്ന 5 വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ഊഹിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഭരണം പോയ അന്ന് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം പുള്ളി സർക്കാരിൻ്റെ ഒരു വാഹനത്തിലും പുള്ളി കയറിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. പുള്ളി ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു, വാടക വീട്ടിലേക്ക് മാറി. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രതിസന്ധി? ആരെ കാണിക്കാനാണ്? മാന്യത എന്ന് പറഞ്ഞ് ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ പറയാം. കാരണം ഈ സോഷ്യൽ മീഡിയ എടുത്ത ട്രോളാണ്. കിട്ടിയോന്നാണ് ചോദിക്കുന്നത്. തപ്പി കിട്ടിയ ആളെ കിട്ടിയോന്നൊക്കെയാണ് ചോദിക്കുന്നത്, ആരെയും മുഖ്യമന്ത്രിനെ. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഒക്കെ ആ ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് സഹതാപം നമ്മളോട് തന്നെ തോന്നുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഓർത്തിട്ട്, നമ്മളെ ഓർത്ത്, നമ്മുടെ സാഹചര്യങ്ങളെ ഓർത്തിട്ട്. വരുമായിരിക്കും എന്തെങ്കിലും ഒരു മാറ്റം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയെന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്നെങ്കിൽ ഭരിക്കുന്നത് BJP ആയിരിക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് BJP ആയിരിക്കും. ഏതായാലും ആര് വന്നാലും ജനങ്ങൾക്ക് നന്മയുള്ള കാര്യം ചെയ്യട്ടെ. ഇതുപോലുള്ള പ്രതിസന്ധികൾ വരാതിരിക്കട്ടെ. കാണാൻ അടുത്ത വീഡിയോ. അതുവരേക്കും ബൈ.